മാടപ്പള്ളിയിലെ കേരയിൽ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏവരുമേ, ഈ വേദിയിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരെ, നാം ഇന്നെല്ലാവരും ഇവിടെ ഒന്നുചേർന്നിരിക്കുന്നത് 1000 ദിവസം നടന്ന ഒരു സമരത്തിന്റെ ആഘോഷത്തിനു വേണ്ടിയാണ്. ഈ സമരം മാടപ്പള്ളിയിൽ 1000 ദിവസം മുൻപ് ആരംഭിക്കുമ്പോൾ മാടപ്പള്ളിയിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതായ ഒരു ജീവൽ പ്രശ്നത്തിന് മുൻപിൽ സമരവുമായി മുമ്പോട്ട് വന്നപ്പോൾ അതിനെ തോക്കുകൊണ്ടും ലാത്തികൊണ്ടും അടിച്ചമർത്താമെന്ന് തെറ്റിദ്ധരിച്ച പോലീസിന് മുൻപിൽ നെഞ്ചുവിരിച്ചു നിന്ന് കാലിടറാതെ ആ സമരത്തെ തടസ്സപ്പെടുത്തിയ ചരിത്രമാണ് മാടപ്പള്ളി സമരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് 1000 ദിവസം ആ സമരം പിന്നിടുമ്പോൾ ആ വലിയ ചരിത്രത്തിന്റെ ഒരു ആഘോഷമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 1000 ദിവസം ഈ സമരത്തിന് നേതൃത്വം നൽകിയ ശ്രീ ബാബു കുട്ടഞ്ചിറയുടെ നേതൃത്വത്തിലുള്ള, ശ്രീ മെനി കെ ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള, ശ്രീ വി ജെ ലാലിയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ പ്രവർത്തകർക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇന്ന് നാം ഈ കേരയിൽ വിരുദ്ധ സമരത്തിന്റെ 1000 ദിവസം ഇവിടെ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വികസനം എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയാണ്? വികസനം ആർക്കു വേണ്ടിയാണ്? രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും വികസനത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമുക്ക് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ വികസനം ആർക്കു വേണ്ടി, ആരുടെ ചെലവിലാണ് ഈ വികസനം നടപ്പിലാക്കുന്നത്? ഇവിടെ ഇന്ന് വികസനം എന്ന് പറയുന്നതൊക്കെ ഈ സമൂഹത്തിലെ ഏറ്റവും മേലേക്കിടയിലുള്ള കുറഞ്ഞ ശതമാനം ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അതിന്റെ വേദന മുഴുവൻ തിന്നു തീർക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്, ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ്. അതുകൊണ്ട് ആ സാധാരണക്കാരുടെ ചെലവിൽ അവരുടെ ജീവൻ പണയം വെച്ചിട്ട് ഇന്നാട്ടിൽ വികസനം വേണ്ട എന്ന് പറഞ്ഞ സമരമാണ് മാടപ്പള്ളി സമരം എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഈ സമരം ഇന്നിവിടെ 1000 ദിവസം പിന്നിടുമ്പോൾ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ മാടപ്പള്ളി സമരം ഈ സമൂഹത്തോട് പറഞ്ഞത് ഈ കേരളത്തിന്റെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന കേരയിൽ വേണ്ട എന്നാണ്. കേരളത്തിന്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട, ആദരിക്കപ്പെട്ട ഒരു പരിസ്ഥിതിയാണ്. എന്നാൽ ഇന്ന് നാം എവിടെ എത്തി നിൽക്കുന്നു? മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ നമ്മുടെ മുൻപിൽ ദുസ്വപ്നങ്ങളായി നിൽക്കുകയാണ്. നാളെ അത് എവിടെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നാം ഇന്ന് ഈ സമരം ഇവിടെ നയിക്കുമ്പോൾ അമേരിക്കയിൽ കാലിഫോർണിയയിൽ ഉണ്ടായ കാട്ടുതീ എരിച്ചു തീർത്തത് 10,000 ഭവനങ്ങളാണ്. നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ദുരന്തങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുൻപിലുണ്ട്. ഈ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ ആരും മുക്തരല്ല എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. പരിസ്ഥിതിയെ സംരക്ഷിക്കാത്ത ഒരു വികസനവും വേണ്ട എന്ന് ഉറക്കെ പറയുന്ന സമരമാണ് മാടപ്പള്ളി സമരം. കാരണം ഈ പരിസ്ഥിതി ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. ഇന്നാട്ടിൽ ഞാനും നിങ്ങളും ഒരു മാസത്തേക്ക് കേരളത്തിൽ നിന്ന് ഒരു വർഷത്തേക്ക് പോയി എന്നിരിക്കട്ടെ, ഈ പരിസ്ഥിതിക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഈ പരിസ്ഥിതി ഇല്ലെങ്കിൽ ഒരു നിമിഷം ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. ഡൽഹിയിൽ ദീപാവലി ആഘോഷം കഴിഞ്ഞാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം എന്താണ്? അവിടെ ശ്വസിക്കാൻ വായുവില്ല. നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, പരിസ്ഥിതി വിരുദ്ധമായ ഒരു ജീവിത ശൈലിയുമായി, വികസനവുമായി മുമ്പോട്ട് പോയാൽ നാം എരിഞ്ഞടങ്ങുന്നത് നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളിലായിരിക്കും എന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വികസനം വേണം, പക്ഷേ പരിസ്ഥിതിയെ സംരക്ഷിക്കാത്ത വികസനം നമുക്ക് വേണ്ട എന്ന് പറയുന്നതായ ഒരു തീരുമാനത്തിലേക്ക് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ എത്തിച്ചേരണം. അവർക്ക് മാത്രമേ ഇനി വോട്ടുള്ളൂ എന്ന് പറയാൻ ഈ നാട്ടിലെ സാധാരണക്കാരും തയ്യാറാവണം. വികസനം വേണം നമുക്ക്, പക്ഷേ അത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന വികസനമാകണം. അല്ലാത്തവർക്ക് ഞങ്ങൾ കയ്യിൽ മഷി പുരട്ടുന്ന ദിവസം ഞങ്ങളുടെ മുൻപിൽ ഉള്ളത് കൊണ്ട് അത് കടന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് ജീവന് വേണ്ടിയുള്ള സമരമാണ്, നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. പരിസ്ഥിതി നീതി എന്നുള്ളത്
ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം നമുക്ക് ജീവിക്കാം, പരിസ്ഥിതി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അത് അപകടകരമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ പരിസ്ഥിതിയെയും ഇന്നാട്ടിലെ പുഴകളെയും ഇന്നാട്ടിലെ കാടിനെയും ഇന്നാട്ടിലെ ബയോഡൈവേഴ്സിറ്റിയെയും സംരക്ഷിക്കാത്ത ഒരു വികസനവും നമുക്ക് വേണ്ട എന്ന് ഉറക്കെ പറയുന്ന ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.